എന്താ ഇവിടെ പറിക്കണ്? മുക്കുറ്റി പറിക്കുക. ഇതെന്തിനാത്? എണ്ണ കാച്ചാന്ന് പറഞ്ഞിട്ടേ കുറ്റി വേണമെങ്കിൽ ഇത്തിരി എണ്ണ കാച്ചാന്ന് പറഞ്ഞിട്ടേ ആ എല്ലാം ഉണ്ടോ ഇവിടെ കിട്ടും. ആ പട്ടയും കയറ്റിട്ടോ ഇന്നും പട്ട കയറ്റില്ലെങ്കിൽ അല്ല എല്ലാം കിട്ടുമെന്ന് അറിയില്ല. ഈ പറമ്പിലുണ്ടോന്നൊന്നും അറിയില്ല. കുറ്റി കെട്ടപ്പോ മുഴുവനൊന്നും അറിയില്ല കേട്ടോ. ദശപുഷ്പത്തിന്റെ മുഴുവനൊന്നും അറിയില്ല. പണ്ട് പാടത്തുനിന്ന് പാടത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഇത് സ്ഥിരം വേണല്ലോ. അതെ. ഇപ്പോഴല്ലേ ഇതൊന്നും വേണ്ടാണ്ട്. അല്ല അപ്പൊ അവിടെ നടന്നു ഇവിടെ പണി വർത്താനം പറയുക വയ്യാണ്ട് ചകിരി കെട്ട് കിടക്കില്ല. നടക്കല്ലേ ഭഗവത് സേവയ്ക്ക് ചകിരി വേണം. നനഞ്ഞു എങ്ങനെ നനയാണ്ടിരിക്കാൻ മഴയ്ക്ക് മുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ടേ. അതൊക്കെ വെയിലത്തിഞ്ഞിടണ്ടേരും. മഴ പാത്തി പാത്തിയാണത്രേ. പാത്തിയാ പാത്തി ഇവിടെ പെരക്കി ആ പാത്തിയല്ല, അത് വേറെ പാത്തി. ഇതെന്തത്? ഇത് കാട് പടം കിട്ടുമോ വിചാരിച്ചിട്ടേ മുക്കുറ്റി. അതെ, അപ്പൂനെ പണ്ട് ദശപുഷ്പം കാച്ചിട്ട് വെളിച്ചെണ്ണ തേച്ചത്. അപ്പോ അതെ, അത് പിന്നെ അപ്പൂനാണ് അധികം. അപ്പൂന് ജലദോഷം ആ വൈദ്യരെ കാണിച്ചിട്ട് എന്താണ് കൊടന്നിട്ട് പിഴിഞ്ഞിട്ട് കിടക്കണ കുന്താണി ഇല്ലേ, അതിലാണ് ഇടിച്ചത്. ഒരു മണം ഉണ്ടല്ലോ. നല്ല മണം, നല്ല മണം. നമ്മുടെ പറമ്പേ വല്ലാണ്ട് കാണായി പോയി. പണ്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? പണ്ട് ഇവിടെ പട്ടായപ്പര ഇവിടെ അന്നൊന്നും ഇങ്ങനെയൊന്നും ഊട്ടുപരക്കിണറാ. ഊട്ടുപര ഈ ഭാഗത്ത് ആൾക്കാരിങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലേ. വലിയ 2 നിലയുള്ള പട്ടായപ്പരായിരുന്നു. അതെ, ഒരു കുടുംബത്തിന് നടക്കാം. ഇവിടെ തന്നെ ഒരു ചെറിയൊരു മുറിയുണ്ട്. അത് പറയാ രാമകൃഷ്ണൻ ഭട്ടരുടെ മുറി. പക്ഷെ ഉള്ളിൽ കൂടെ കിടക്കാം. അത് ഇവിടുത്തെ കാര്യസ്ഥനായിരുന്നു രാമകൃഷ്ണൻ ഭട്ടർ. അങ്ങനെയാണ്. അപ്പൊ അതിനെ വന്നിട്ട് അമ്മ കുളിച്ചിട്ട് കയറി വരും. ഞങ്ങള് പിന്നെ ഞങ്ങളുടെ ഓടി അങ്ങോട്ട് പോവും. പിന്നെ കളിക്കന്നെ. പിന്നെ ഇതിൽ കൂടെ ഓടലും നടക്കില്ല. എന്നാലും ഞങ്ങൾക്ക് അന്ന് പേടിയായി. ഏതെങ്കിലും റൂമിലൊക്കെ ചെന്ന് പെട്ട അമ്മ കാണില്ലേ, അമ്മ എങ്ങോട്ട് പോയി വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കിടന്ന് പരിഗണിച്ചു. അതെ, ഈ ഉസ്മിലേച്ചിയുടെ അമ്മയുടെ അമ്മയില്ലേ, ഇവിടെ പണ്ട് മുന്നേ താമസിക്കുകയോ ചെയ്ത. അപ്പൊ ഞാൻ കുട്ടിയാവും. അപ്പൊ ഞാൻ കൊറേ കളിച്ചിട്ടുണ്ട്. എങ്ങനെയാന്നറിയോ, ആ പള്ളിയറയില് കിടക്കുന്നുണ്ടാവും അമ്മ. അപ്പൊ ഞാന് വെറുതെ പൗഡറൊക്കെ എടുത്തിട്ട് സോപ്പാ പറഞ്ഞ് തേച്ച് കുളിപ്പിക്കല്, പൗഡർ തൊടല്, കണ്ണെഴുതി പൊട്ട് തൊടല്. കൊറേ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്. കൊറേ കളിച്ചിട്ടുണ്ട്. അമ്മയും പിന്നെ ഒരു എഴുത്തി ഉണ്ടായിരുന്നില്ല, അമ്മയുടെ അവര് രണ്ടാള് പള്ളിയറയിൽ കിടക്കൂര്. അപ്പൊ ഞാൻ എന്റെ പണി അത് അന്ന് ഞാൻ പോകുമ്പോഴേ ഉണ്ടമണി പോലത്തെ സ്ഥലം കുറഞ്ഞിട്ട് ഉള്ളിൽ ശരിക്കും അത് ഞങ്ങള് തിന്നി. അല്ല, ശരിക്കും പറഞ്ഞാല് ഈ പറമ്പിന്റെ ഉള്ളിൽ നടന്നാലേ നമുക്ക് അറിയണ്ടാവുള്ളൂ. പിന്നെ അങ്ങോട്ടുള്ള റോട്ടിൽ കൂടെ അതെ അതിൽ കൂടെ ഇറങ്ങാം. അവിടെ അവിടുത്തെ തോടിന് പാല് കരിങ്കല്ലിന്റെ ഇപ്പോഴും ഉണ്ടത്. ഈ ഇത് നല്ല രസമായിരുന്നു ഈ പഠിപ്പര. പണ്ട് തീ കൂടെ ഇവിടുത്തെ പണിക്കാറ്റ് ഒരു പണിക്കാറ്റ് ഉണ്ടായിരുന്നു, കാർത്തികേനിയമ്മാന്ന് പറയുന്നത്. അവരുടെ വീട് അധ്യയന ഈ പാടം കയറി അങ്ങനെ പോയിട്ടാ അവിടെ പോവുക. ബാലനായരുടെ തൃശ്ശൂരുണ്ടാവുക. പിന്നെ പണ്ട് അമ്മാമിക്ക് എനിക്ക് ഇഞ്ചിയൊക്കെ തേച്ചിട്ടാ കുടി. പിന്നെ നല്ല അത് ഒരു തരം തൊലി ഒരു മരത്തിന്റെ അത് ഇട്ടുകൊണ്ടുവന്ന് ചതച്ചിട്ട് അതിന്റെ അതൊക്കെ കളഞ്ഞാൽ ഇങ്ങനെ വേറെ വേറെ വേറെയോ. പക്ഷെ അത് നല്ല മയാക്കും. ഇങ്ങനെ ഒറ്റി വെള്ളത്തിലൊക്കെ ആക്കി അതിന്റെ ഇതൊക്കെ കളഞ്ഞ് നല്ല സ്പോഞ്ച് പോലെയാക്കും. അതേ പണ്ട് ആൾക്കാർ തേക്കുള്ളൂ, അല്ലാതെ സോപ്പൊന്നും തേക്കില്ല. ഇതിനൊരു പതണ്ടേ, ഇതിങ്ങനെ കൊറേ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ അങ്ങനെ പതഞ്ഞു വരും. അതുകൊണ്ട് തേക്കുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ മറ്റ് സോപ്പൊക്കെ ഒന്നും ഉപയോഗിക്കാൻ തന്നെ അവർക്കൊക്കെ അറിയോന്ന് തന്നെ അവരുടെ ശരീരത്തിനൊന്നും വലിയ ചുളിവൊന്നും സോപ്പിന് കെമിക്കലല്ലേ. തലയില് ഷാമ്പൂ ഒന്നും കേട്ടിട്ട് കൂടിയില്ല. താളി അല്ലെങ്കിൽ അതിന് വയറുവള്ളിയുടെ താളി അത് പൊട്ടിക്കുക, ഉരയ്ക്കുക. വെള്ളീലം അത് ചുട്ട് അതൊന്ന് വേവിച്ചിട്ട് നല്ല കൊഴുപ്പുണ്ടാവും. അതല്ലേ എന്റെയൊക്കെ കുട്ടിയില് ഞങ്ങളുടെ ആയി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയറുവള്ളി അതുകൊണ്ട് കൊണ്ടുവരും. മുടി കൊറേ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങോട്ട് കെട്ടും. ഇവിടെ അങ്ങനെ പിടിച്ച് കെട്ടിയിട്ട് എന്താ വേദന അപ്പൊ വലിഞ്ഞിട്ട് അപ്പൊ ഞാൻ അയ്യോ വലിഞ്ഞിട്ട്
നിങ്ങളെ മുടി നീങ്ങണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ചീത്ത അറിയും. അങ്ങനെയായിരുന്നു. വെളിച്ചാകുമ്പോഴും അതിനൊരു ഹാനികേടും വന്നിട്ടുണ്ടാവില്ല കേട്ടോ, അതേപോലെ ഉണ്ടാവും ഊരം വെട്ടിയമാതിരി. അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഈ പണ്ടത്തെ കാലത്തിന്റെ. അയ്യോ പണ്ട് അങ്ങനെയല്ല, പണ്ട് മുടി കെട്ടാണ്ട് അടുക്കളയിലേക്ക് തുമ്പ് കെട്ടി തുമ്പല്ല മൊത്തം കെട്ടണം. പണി കഴിഞ്ഞ് ഈ മുടി പുറത്തേക്ക് ഇപ്പൊ എന്റെ അമ്മയൊക്കെ പറയേ സന്ധ്യ നേരത്ത് വെള്ളിയും ചൊവ്വയൊക്കെ സന്ധ്യ നേരത്ത് പരത്തിയിട്ടിട്ട് നടക്കരുത്, യക്ഷി കയറും പ്രേതം കയറും പറയും, തുമ്പെങ്കിലും കെട്ടിയിടും പറയും. അത് പറയുമ്പോ ഒരു പേടിയുണ്ടാവും. ഇപ്പൊ ആൾക്കാർക്ക് യക്ഷിയും യക്ഷി പ്രേതൊന്നുമില്ല, അമ്മയ്ക്കല്ല പ്രാന്തുണ്ട്. അല്ലാതെ അത് ശരിയാ. ഇതിപ്പോ ഒന്നേ കിട്ടിയിട്ടുള്ളൂ, ഇനിയും വേണം അമ്പാണ്ണം കിട്ടണം. കിട്ടും. അപ്പൊ എന്നിട്ട് അടിപൊളി എണ്ണ അങ്ങോട്ട്